വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി പുറ്റടി സ്പൈസസ് പാർക്കിന് മുൻപിൽ കർഷകന്റെ വേറിട്ട പ്രതിഷേധം. ഏലക്ക വില 3000 രൂപയും കുരുമുളകിന് 700 രൂപയുമായി തറവില നിശ്ചയിക്കുക, വന്യമൃഗശല്യങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ കർഷകൻ ആവശ്യപ്പെടുന്നത്. വണ്ടമ്മേട് പഴയകോച്ചറ സ്വദേശി ഷാജി തത്തമ്പള്ളിയിൽ വീട്ടിൽ നിന്ന് കാൽനടയായി എത്തിയാണ് സത്യാഗ്രഹ സമരം നടത്തിയത്. പഴയകോച്ചറയിൽ നിന്നും പ്ലക്കാടുമേന്തി ചേറ്റുകുഴി, ആമയാർ, വണ്ടൻമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് സ്പൈസസ് പാർക്ക് പടിക്കൽ ഒറ്റയാൾ സമരം നടത്തിയത്. ഉന്നത അധികാരികളിലേക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലേക്കും നിയമപാലകരുടെ ഇടയിലേക്കും ഈ ശ്രദ്ധയും ഈ സമരവും ഒരു ശ്രദ്ധയാകട്ടെ. കർഷകർക്ക് വേണ്ടി അവർ നല്ല തീരുമാനങ്ങളെടുത്ത് കൃഷിക്കാരനെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ആണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത. മുൻകാലങ്ങളിൽ സ്പൈസസ് ബോർഡിൽ നിന്ന് അനവധിയായ സബ്സിഡികളും കാര്യങ്ങളും എല്ലാം കർഷകർക്ക് നൽകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇതൊന്നുമില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. കർഷകനെ സഹായിക്കാൻ ആരുമില്ല. ഇലക്ഷൻ സമയമാകുമ്പോൾ കൃഷിക്കാരൻ്റെ നട്ടലിലാണെന്നും പറഞ്ഞ് ടൗണുകളിൽ രാഷ്ട്രീയ പ്രതിനിധികൾ മുഴുവൻ വന്നിരുന്ന് കോര സംസാരിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നിയമത്തിൻ്റെ പേരിലും നികുതിയുടെ പേരിലും വിലത്തകർച്ചയുടെ പേരിലും കൃഷിക്കാരൻ ഇന്ന് ചവിട്ടുമെത്തയാക്കി മാറ്റിയിരിക്കുന്ന സമ്പ്രദായമാണ് ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വളം കീടനാശിനികളുടെ വിലവർദ്ധനവും കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർക്ക് നേരെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഷാജി ഒറ്റയാൾ സമരം നടത്തിയത്. കടുത്ത വേനലിനെ അവഗണിച്ചുകൊണ്ട് 12 കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് സ്പൈസസ് പാർക്കിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണി വരെ സത്യാഗ്രഹം നടത്തിയത്. ഒറ്റയാൾ സമരത്തിലൂടെ ഉത്തരവാദപ്പെട്ടവരുടെ കണ്ണു തുറക്കുമെന്ന വിശ്വാസത്തിലാണ് ഷാജി. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ജോലി തേടിയെത്തുന്ന ഉദ്യോഗാർത്ഥികൾ